സൂപ്പ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം മഴക്കാലമാണ്. ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും ഒക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയതും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മുരിങ്ങക്കായ സൂപ്പ്. ഹായ്, എല്ലാവരെയും പതിവ് പോലെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ മുരിങ്ങക്കായ സൂപ്പിൻ്റെ ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്ന് കാണണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 5 മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം വരും. ഇത് അധികം മൂക്കാത്ത മുരിങ്ങക്കായിൽ ഈ സൂപ്പ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളിപ്പഴം, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ എരിവിനനുസരിച്ച് വേണം നമുക്ക് കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഉപ്പ്, വെള്ളം, ബട്ടർ, 2.5 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതൊന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. മുരിങ്ങക്ക ഇതുപോലെ നീളത്തിൽ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 വെളുത്തുള്ളിയിൽ ഞാൻ അരിഞ്ഞിട്ടില്ല. ബാക്കി 4 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സവാളയും തക്കാളിപ്പഴവും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായ എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. സവാള, തക്കാളിപ്പഴം, ഇഞ്ചി, നമ്മൾ ചെറുതാക്കാതെ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 2 കപ്പ് വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് വേകണം. ഒരു 4 വിസിൽ കേൾക്കണം. 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ, 3 വിസിൽ ലോ ഫ്ലെയിമിൽ. നമുക്കിതൊന്ന് നോക്കാം. പ്രഷറൊക്കെ പോയി തുറക്കാറായിട്ടുണ്ട്. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ചൂടാറിയിരിക്കുവാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഏതായാലും വെള്ളം ചേർക്കണമല്ലോ. ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാം. ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കോൺഫ്ലവറിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ മിക്സ് ഒന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് സൂപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുവാണ്. ഇനി നമുക്ക് തീ ഓണാക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കണം.
ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കുവാണ്. മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഒരല്പം മല്ലിയില ചേർക്കാം. കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. ഈ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരണം. അതിനൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാം. ഇതിന് തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല കുറവ് മതിയെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് ചെറുതീയിലിട്ട് ഒരു 3-4 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് ഇളക്കി അത് ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് ഒരു 4 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് നോക്കണം. അല്പം കുരുമുളക് പൊടിയും കൂടെ വേണം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കായ് സൂപ്പ് റെഡിയായി. തീ ഓഫ് ചെയ്യാം. സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷുഗറും BP ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണിത്. മഴക്കാലത്തെ ചൂട് സൂപ്പും കുടിച്ച് മഴയും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ. അല്പം ഫ്രഷ് ക്രീമും മല്ലിയിലയും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.